പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സ്വർഗത്തിൻ്റെ സമ്പത്താണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ൽ യേശു പറഞ്ഞു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ദൈവം നമുക്ക് നൽകുന്ന സ്വർഗീയ സമ്മാനമാണ് ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവ്. ജോയൽ 2:28 ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എന്തിനു വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നത്? പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. നമ്മെ ശക്തിപ്പെടുത്തുന്നതും ധൈര്യപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവാണ്. യേശുവിനെ സാക്ഷികളായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. നാം തെറ്റായ മാർഗത്തിലൂടെ ചലിക്കുമ്പോൾ തെറ്റുകൾ തിരുത്തി തന്നുകൊണ്ട് ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന ശബ്ദം നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും നമ്മിൽ ഉണ്ടാക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. ദൈവവചനമനുസരിച്ച് ജീവിക്കുവാൻ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തി നമ്മെ കീഴ്പ്പെടുത്താതിരിക്കാൻ നമ്മെ നിത്യം സഹായിക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. മനുഷ്യരായ നമുക്ക് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ പ്രയാസമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കും. നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുകയും ചെയ്യും. നിരന്തരം പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തോട് നന്ദി പറയുവാനും പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. റോമ 5:5 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. സമാധാനത്തിനും സന്തോഷത്തിനുമായുള്ള മനുഷ്യ ഹൃദയത്തിൻ്റെ ദാഹം തീർക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. യോഹന്നാൻ 7:35 യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശു ഇത് പറഞ്ഞത് യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. ദൈവം നാം ദാഹത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് സമൃദ്ധമായി നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? യെശയ്യാ 66:2 കർത്താവ് അരുളി ചെയ്യുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എളിമയോടെ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുകയും വിശ്വാസത്തോടെ അവ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നാം പരിശുദ്ധാത്മാവിനാൽ നിറയും, പുതിയ വ്യക്തികളായി മാറുകയും ചെയ്യും. എളിമയുള്ളവർക്കാണ് ദൈവം കൃപ കൊടുക്കുന്നത്. ദൈവഹിതം നിറവേറ്റി വിശുദ്ധിയിൽ വളരാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. തിന്മയുടെ ശക്തിക്കെതിരെ പോരാടാനും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവുണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.